ഏയ് പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ബഡ്ജറ്റ് പടങ്ങൾക്ക് നല്ല ക്വാളിറ്റി VFX ഒക്കെ വരത്തില്ലേ? അത്രയും പൈസ മുടക്കുന്നത് ഈ പറയുന്നത് പോലെ VFX, അതിന്റെ സെറ്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ അതിനകത്ത് വരത്തില്ലേ? ചുമ്മാ ആണോ പൈസ കളയുന്നത്? VFXന്റെ കാര്യമൊന്നും പറയണ്ട. നീ എന്താ പറഞ്ഞു വരുന്നത്? അതായത് പൈസ അത്രയും മുടക്കി കഴിയുമ്പോഴത്തേക്ക് അത്രയും വലിയ VFX വരും, അത്രയും പടം ഇതാവുന്നു. ഞാൻ ഒറ്റ പേര് പറയാം, ആദിപുരുഷ്. മഞ്ചാടി ഇതിനേക്കാൾ നന്നായിട്ട് അവരെ VFX ചെയ്തിട്ടുണ്ട്. പൂപ്പി ഇതിനേക്കാൾ നന്നായിട്ട് VFX ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വർത്തമാനം. VFX എന്ന് പറയുന്നത് സ്റ്റോറിയെ എൻഹാൻസ് ചെയ്യാനുള്ള സാധനമാണ്. മാർവലിനും സംഭവിച്ച അതേ കാര്യമാണ്. നിങ്ങൾ നോക്കിക്കോ, അല്ലെങ്കിൽ നീ നോക്കിക്കോ, മാർവലിന്റെ പീക്ക് എക്സ്പീരിയൻസ്, മാർവലിന്റെ പീക്ക് ടൈം, ഗോൾഡൻ ഇറ എന്ന് പറയുന്നത് സിവിൽ വാർ ഒക്കെ നടക്കുന്ന സമയത്താണ്. സിവിൽ വാർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക, വിന്റർ സോൾജർ ഒക്കെ അതിന്റെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ആയിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, അത് കോറിയോഗ്രഫി ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഡാൻസ്. മുഹമ്മദ് അലി പറഞ്ഞ പോലെ, float like a butterfly, sting like a bee. They are floating like butterflies in the screen, but the sting we can feel it with each and every hit they take, the kick they take. അപ്പോൾ VFXന്റെ കാര്യം പറയണ്ട. VFX എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പൊടിക്കൈ മാത്രമാണ്. അത് ആവശ്യമുള്ളിടത്ത് മാത്രം യൂസ് ചെയ്യുക. അതിനകത്ത് കല്യാണി പ്രിയദർശന്റെ മൂവ്സിന് വരുന്ന ആ ഒരു എഫക്റ്റ്, ഇത് മാത്രമേ അവർ വളരെ മിനിമൽ സെറ്റപ്പിലാണ് VFX ചെയ്തേക്കുന്നത്. അതായത് സീൻ എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ വാർ 2 ഈ പറയുന്നത് പോലെ കങ്കുവ, അയ്യോ എന്റെ പൊന്നെ, ഒരു സാധനമുണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. വിജയുടെ വാരിസ് കംപ്ലീറ്റ് വെള്ളച്ചാട്ടം വരെ, ആദിപുരുഷനകത്ത് ആമ്പിൾ വരെ VFX അങ്ങനെ VFX കാണിക്കുന്നുണ്ട്. എന്താ ഗുണം? നമുക്ക് പറയാം VFX വാരി കോരിയിട്ടിട്ടുണ്ടെന്ന്. അതിന്റെ മുകളിൽ കാണുന്ന ഒരുത്തിന് എന്താ ഇത്, എന്നടാ പണി വെച്ചിരിക്കുക എന്ന് തോന്നത്തില്ല.